السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമതായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മൂന്നാമത്തെ റുക്നായ സൂറത്തുൽ ഫാത്തിഹയുടെ ലഘു വിശദീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൻ്റെ റുക്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. 17 റക്അത്തുകളുള്ള 5 നേരത്തെ നിസ്കാരങ്ങളിൽ ആ 17 റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ അർത്ഥം, ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ പരിഭാഷ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രയും ആശയ സമ്പുഷ്ടമായ ആയത്തുകളാണ് അതിലുള്ളത്. അഊദുവും ബിസ്മിയും പറഞ്ഞതിന് ശേഷം പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. എങ്ങനെയുള്ളവനാണ് ആ അള്ളാഹു? റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും റബ്ബാണവൻ. ചേർത്തു പറഞ്ഞാൽ സർവലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം, ആ റബ്ബ് അർ-റഹ്മാനാണ്, അർ-റഹീമാണ്. അഥവാ അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്, പരമകാരുണികനാണ്. അതുപോലെ അള്ളാഹു അർ-റഹീമാണ്. അർ-റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അവൻ്റെ കാരുണ്യം ചൊരിഞ്ഞു നൽകുന്നവനാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകം കാരുണ്യം ചൊരിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാലികി യൗമിദ്ദീൻ, ആ റബ്ബ് അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനാണ്. അൽ മലിക്, അൽ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. അഥവാ തൻ്റെ ഉടമസ്ഥത, തൻ്റെ അധികാരം അത് ഒരാളുടെയും കൽപ്പനക്കോ സമ്മതത്തിനോ
കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ അവന് സാധിക്കുന്ന അവൻ്റെ അധികാരം, ആ അധികാരം ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഒരിക്കലും ആ അധികാരം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. സൃഷ്ടികൾക്കാണ് അതുണ്ടാവുക. എന്നാൽ അള്ളാഹു പ്രത്യേകം ഇവിടെ പറഞ്ഞു, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? എന്തിനാണ് അള്ളാഹു പരലോകത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? അന്നേ ദിവസം ഇഹലോകത്തെ പോലെയല്ല, ഒരധികാരവും ഒരാൾക്കും ഉണ്ടാവുകയില്ല. അധികാരം എന്നത് അന്ന് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദുനിയാവിൻ്റെയും ഇഹലോകത്തിൻ്റെയും അധികാരി അള്ളാഹു തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാനാണ് അധികാരി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവൻ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരധികാരവും ഉണ്ടാവുകയില്ല. പച്ചയായ മനുഷ്യർ തങ്ങളുടെ കർമ്മങ്ങൾ മാത്രം കൂടെ ഉള്ളവരായിക്കൊണ്ട്, ഹൈറാവട്ടെ ഷർറാവട്ടെ, നല്ലതാവട്ടെ മോശമാവട്ടെ, ആ കർമ്മവുമായിട്ടാണ് എല്ലാവരും വരിക. അന്ന് അള്ളാഹു ചോദിക്കും, ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? അള്ളാഹു തന്നെ അതിനുത്തരവും പറയും. ഇന്നാർക്കാണ് അധികാരമുള്ളത്? അള്ളാഹു പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സർവ്വതും അടക്കി ഭരിക്കുന്നവനായ അള്ളാഹുവിന് മാത്രമാണ് ഇന്നേ ദിവസത്തെ അധികാരം. അവനല്ലാത്ത ഒരധികാരിയും അന്നുണ്ടാവുകയില്ല. അന്ന് അള്ളാഹുവിന്റെ അധികാരം വെളിപ്പെടും. എല്ലാവർക്കും അന്ന് ബോധ്യപ്പെടും. അഹങ്കാരിക്കും സ്വേച്ഛാധിപതിക്കും റബ്ബിനെ ധിക്കരിച്ച് നടന്നവനും നിരീശ്വര നിർമ്മതവാദം പറഞ്ഞവനും അതിലേക്ക് ക്ഷണിച്ചവനും അള്ളാഹുവിനെ നിഷേധിച്ചവനും അള്ളാഹുവിൽ പങ്കുചേർത്തവനും എല്ലാവരും അന്ന് തിരിച്ചറിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അവൻ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. അഥവാ അന്ന് അള്ളാഹു വിചാരണ ചെയ്യും. എല്ലാവരുടെയും ഹിസാബ്, വിചാരണ അന്നുണ്ടാകും. എന്നിട്ട് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള ദിവസമാണ് ആ ദിവസം, യൗമുദ്ദീൻ എന്ന് അള്ളാഹു പറഞ്ഞ ദിവസം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കിനി പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതുപോലെ മുമ്പ് കഴിഞ്ഞ 3 ആയത്തുകളിൽ നിന്നും വ്യത്യസ്തമായൊരു പദപ്രയോഗമാണ് ഈ ആയത്തിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരം പറഞ്ഞിരുന്നോ? ഇല്ല. കണ്ടുപിടിച്ചോ? കിട്ടിയോ? ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഈ ആയത്തിലുള്ള മാറ്റം. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്ക്. കഴിഞ്ഞ 3 ആയത്തുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകും, അതൊക്കെ അള്ളാഹു, അവൻ എന്ന പ്രയോഗമാണ്. എന്നാൽ ഈ ആയത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സംസാരത്തിന്റെ രീതി മാറി. അഥവാ അത് അവൻ എന്ന് പറയുമ്പോൾ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്ന രൂപമാണത്. ഇയ്യാക എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നിന്നെ എന്ന് നമ്മൾ അർത്ഥം വെച്ചു. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാളോട് നിന്നെ എന്ന് പറയുക? നേർക്ക് നേരെ സംസാരിക്കുമ്പോഴാണ്. അത് നേരിട്ട് കണ്ടാലാവട്ടെ, അതല്ലെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ചാലാവട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധമുണ്ടായാലാണ് നമ്മൾ നീ എന്ന് അഭിസംബോധന ചെയ്യുക. ഈ ആയത്തിൽ നോക്കൂ, ഓരോ മുസ്ലിമും അള്ളാഹുവെ നിന്നെ മാത്രം
ഞങ്ങൾ ആരാധിക്കുന്നു എന്നു പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അതുവരെ അദൃശ്യമായ അതല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്ന പ്രയോഗമാണ് നമ്മൾ നടത്തിയത്. അതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള പുകഴ്ത്തലുകളും പ്രശംസകളുമാണ്. അള്ളാഹുവിനുള്ള പുകഴ്ത്തലുകളാണ് അതൊക്കെ, അള്ളാഹുവിനുള്ള പ്രശംസകളാണ് അതൊക്കെ. അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഫാത്തിഹയുടെ അകക്കാമ്പിലേക്ക് വരുന്നത്. എന്താണത്? ഈ പ്രഖ്യാപനവും ഇതിനെ തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനയുമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രധാനപ്പെട്ട കാര്യം. അതുവരെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ്. 3 ആയത്തുകൾ അള്ളാഹുവിനുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ളത് അള്ളാഹുവിന്റെ അടിമകൾക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ ഈ സൂറത്തുൽ ഫാത്തിഹ ഞാൻ 2ആയി വീതിച്ചിരിക്കുന്നു. ആദ്യത്തെ ഭാഗം അള്ളാഹുവിനുള്ളത്, അഥവാ റബ്ബിനെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ, പ്രശംസകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. 2ാമത്തെ ഭാഗം എന്നത് അത് നമുക്കുള്ളതാണ്, അഥവാ നമ്മുടെ പ്രഖ്യാപനം. എന്താണ് നമ്മുടെ പ്രഖ്യാപനം? അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അള്ളാഹുവെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇത് ഒരടിമക്കും അള്ളാഹുവിനും ഇടയിലുള്ള കരാറാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അവിടെ പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു ഐ ലാ നഅ്ബുദു ഗൈറക, അള്ളാഹുവെ, നിന്നെയല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. അഹ്ദുൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, ഒരടിമക്കും തന്റെ റബ്ബിനും ഇടയിലുള്ള കരാറാകുന്നു അത്. എന്താണത്? അല്ലാ യഅ്ബുദ ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനല്ലാതെ ആരാധിക്കുകയില്ല. വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അതും അഹ്ദുൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, ഒരടിമക്കും തന്റെ റബ്ബിനും ഇടയിലുള്ള കരാറാകുന്നു. എന്താണത്? അല്ലാ യസ്തഈന ബിഅഹദിൻ സിവാ, അള്ളാഹുവെ, നിന്നോടല്ലാത്ത ഒരാളോടും നിന്നോട് മാത്രം ചോദിക്കേണ്ട സഹായം ഞങ്ങൾ ചോദിക്കുകയില്ല. സഹോദരങ്ങളെ, അതുവരെ അള്ളാഹുവിനെ അവൻ എന്ന് അഭിസംബോധന ചെയ്ത നമ്മൾ പിന്നീട് അള്ളാഹുവെ നീ എന്നിടത്തേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി കൂടുതൽ നമ്മൾ അടുക്കുകയാണ്. തൊട്ടു മുന്നേ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രശംസകളൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഉബൂദിയത്ത്, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന ആ റബ്ബിന്റെ അടിമത്വം അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് അള്ളാഹുവിനോട് നീ എന്ന് അഭിസംബോധന ചെയ്യലോടുകൂടി ഒരടിമ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ ഒരു വ്യത്യാസം ഈ ആയത്തുകൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പണ്ഡിതന്മാർ അത് ഓർമ്മപ്പെടുത്തി. അത് വളരെ മഹത്തായ കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവുമായി അടുക്കുക എന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നത് നമ്മുടെ ദുആയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ആയത്തിൽ വന്നതുപോലെ അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അഥവാ നമ്മുടെ ഉബൂദിയത്ത്, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടവരാണ്, നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടേണ്ടവരാണ് എന്ന ആ നമ്മുടെ ഉബൂദിയത്ത്, അടിമത്വം, അത് നമ്മൾ എടുത്തു പറയുക, നമ്മുടെ ദുർബലത എടുത്തു പറയുക എന്നത് പ്രാർത്ഥന മര്യാദകളിൽപ്പെട്ടതാണ്. ഇത് 2ഉം ഉണ്ടായാൽ ഒരു പ്രാർത്ഥന മഹത്തരമായി തീരും. ഇനി സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് നമ്മൾ പാരായണം ചെയ്ത് അർത്ഥം പറയുമ്പോൾ അള്ളാഹുവെ, നിന്റെ മാത്രം എന്നർത്ഥം പറയാറുണ്ട്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നും പറയാറുണ്ട്. എവിടെ നിന്നാണ് ആ മാത്രം വന്നത്? നേർക്ക് നേരെ നോക്കുമ്പോൾ മാത്രം എന്ന ആ മലയാളത്തിൽ അവിടെ എന്തെങ്കിലും വാക്കുണ്ടോ?
ഇല്ല. പ്രത്യേകമായ ഒരു വാക്ക് നേർക്ക് നേരെ കാണാൻ സാധിക്കുകയില്ല. പക്ഷെ അവിടെ മാത്രമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, മഹാനായ മുഫസ്സിറാണ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ ഇയ്യാക എന്ന ആ പ്രയോഗം വഖുദ്ദിമൽ മഫ്ഊലു വഹുവ ഇയ്യാക വകുർറ, ആരെക്കുറിച്ചാണോ പറയുന്നത് ആ പറയപ്പെടുന്നതിനെ മുന്തിച്ചപ്പോൾ, മാത്രമല്ല അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ലിൽ ഇഹ്തിമാമി വൽ ഹസ്ർ, അത് അതിന്റെ പ്രാധാന്യം അറിയിക്കുന്നതും അതുപോലെ മാത്രം എന്ന അർത്ഥം കിട്ടുന്നതുമായ പ്രയോഗമാണത്. ഐ എന്ന് പറഞ്ഞാൽ ഇയ്യാക എന്ന് പറയലോടുകൂടി ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക എന്നായി അർത്ഥം. ലാ നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുകയില്ല, ഇല്ലാ ഇയ്യാക, അല്ലാഹുവേ നിന്നെ അല്ലാതെ, വലാ നതവക്കലു ഇല്ലാ അലൈക, അല്ലാഹുവേ നിന്റെ മേലല്ലാതെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയില്ല. വഹാദാ ഹുവ കമാലു ത്വാഅ, ഈ ഒരു പ്രഖ്യാപനമാണ് അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഇത് അറബി ഭാഷയിലെ ഒരു പദപ്രയോഗമാണ്. ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക എന്ന് ഇയ്യാക നഅ്ബുദു എന്ന വാക്കിനെ അർത്ഥം വെക്കാനുണ്ടായ സാഹചര്യം, സാധാരണ അറബി ഭാഷയിൽ അള്ളാഹുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നു പറയണമെങ്കിൽ നഅ്ബുദു ഇയ്യാക എന്ന് പറയലാണ് അതിന്റെ ശരിയായ പ്രയോഗം. എങ്ങനെ? നഅ്ബുദു ഇയ്യാക. നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക അല്ലാഹുവേ നിന്നെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇയ്യാക എന്നത് ആദ്യം പറഞ്ഞു. അഥവാ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ആരോടാണ് നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അള്ളാഹു അവിടെ മഫ്ഊലാണ്, അതല്ലെങ്കിൽ മഅമൂൽ എന്ന അറബിയിൽ പറയും. ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ തഖ്ദീം അൽ മഅമൂൽ യുഫീദുൽ ഹസ്ർ എന്നാണ് അറബി ഭാഷയിലെ ആ ഖാഇദയുടെ അടിസ്ഥാന തത്വത്തിന്റെ പേര്. അഥവാ ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ പറയുന്ന ആളെ ആദ്യം എടുത്തു പറഞ്ഞു. നഅ്ബുദു ഇയ്യാക എന്ന് പറയേണ്ടതിന് പകരം ഇയ്യാക നഅ്ബുദു എന്ന് പറയലോടുകൂടി എന്തായി? അല്ലാഹുവേ നിന്നെ മാത്രം എന്നായി. അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇയ്യാക എന്ന് ആദ്യം പറയലോടുകൂടി അവിടെ മാത്രം എന്നർത്ഥം കിട്ടും. അൽ ഹസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക, മാത്രം എന്ന അർത്ഥമാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അതുപോലെ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി ഇവരൊക്കെ പറഞ്ഞ റഹിമഹുമുല്ലാഹ്, ഈ മുഫസ്സിറുകളൊക്കെ പറഞ്ഞ അർത്ഥമാണ്, വ്യാഖ്യാനമാണ് ഈ അർത്ഥം പരിഭാഷയിലും അതുപോലെ നമ്മൾ പറയാനും ഒക്കെയുള്ള കാരണം. ഇത് പറഞ്ഞോടുകൂടി എന്ത് സംഭവിച്ചു? വഹുവ ഇസ്ബാതുൽ ഹുക്മി ലിൽ മദ്കൂർ വനഫ്യുഹു അമ്മാ അദാഹു വനഫ്യുഹു അമ്മാ അദാഹു. ആരെക്കുറിച്ചാണോ പറയുന്നത് നമ്മൾ ഈ പറയുന്ന വിധി ആ പറയുന്ന ആൾക്ക് സ്ഥിരപ്പെടുത്തപ്പെടും. പിന്നെ അതിന് പുറമെ ഉള്ളതെല്ലാം പുറന്തള്ളപ്പെടും. പിന്നെ ആർക്കും ഇത് അവകാശമില്ല എന്ന് പറയുന്ന രൂപമാണിത്. അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഇയ്യാക നഅ്ബുദു എന്ന് പറയലോടുകൂടി അള്ളാഹുവിന് ആരാധനകൾ മുഴുവനും സ്ഥിരപ്പെടുത്തി അള്ളാഹുവിന് പുറമെയുള്ള ആളുകളിൽ നിന്നെല്ലാം അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പോഴാണ് മാത്രം എന്ന അർത്ഥത്തിലേക്ക് ആ പദപ്രയോഗം വന്നിട്ടുള്ളത്. മനസ്സിലായോ? അവിടെയാണ് മാത്രം എന്ന് വന്നിട്ടുള്ളത്. അറബി ഭാഷയിലെ മനോഹാരിതയാണിത്, അറബി ഭാഷയുടെ പ്രത്യേകതയാണിത്. നമ്മൾ മുന്നേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നല്ലോ, അലിഫും ലാമും ഹംദിന്റെ കൂടെ വന്നതോടുകൂടി എന്തായി? ആ അലിഫും ലാമും അറബിയിൽ ഇസ്തിഗ്റാഖിന്റെ അലിഫും ലാമുമാണ്. അഥവാ എല്ലാം ഉൾക്കൊള്ളുന്നു. സ്തുതി എന്തൊക്കെയുണ്ടോ അതൊക്കെ
സർവസ്തുതിയും എന്ന് അതുകൊണ്ടാണ് നമ്മൾ അർത്ഥം വെച്ചത്. അല്ലെങ്കിൽ സ്തുതി എന്ന് പറഞ്ഞാൽ പോരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ സർവസ്തുതിയും സർവലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു എന്ന് പറയാൻ സർവ എന്നത് എവിടെയാണ് അവിടെ ഉള്ളത്? എവിടെ ഉണ്ടോ? കുല്ലുൽ ഹംദ് എന്നുണ്ടോ? ഇല്ല. ആ അലിഫ്ലാമിൽ നിന്നാണ് ആ സർവ എന്ന അർത്ഥം കിട്ടിയത്. അത് ഈ ആളുകൾ അംഗീകരിക്കും. മാത്രത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇസ്തിഗ്റാഖിന്റെ അലിഫും ലാമും അംഗീകരിച്ചുകൊണ്ട് സർവസ്തുതിയും എന്ന് പറയും. പക്ഷേ ഇയ്യാക നഅ്ബുദു എന്നാൽ ഇയ്യാക നഅ്ബുദു എന്ന വാക്കിലെ മാത്രം തള്ളുകയും ചെയ്യും. അവിടെ അറബി ഭാഷയിലെ നിയമങ്ങൾ ചില ആളുകൾ അംഗീകരിക്കുകയില്ല. കാരണം എന്താ? അള്ളാഹുവെ നിനക്ക് മാത്രമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, നിന്റെ മേൽ മാത്രമേ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, നിന്നോട് ചോദിക്കേണ്ടതായ സഹായാർത്ഥനകളൊന്നും നീ അല്ലാത്ത ഒരാളോടും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. അതല്ലാത്ത അംബിയ ഔലിയാക്കന്മാരെ വിളിച്ചു തേടാൻ പിന്നീട് അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്തു ചെയ്യും? മാത്രം അംഗീകരിക്കുകയില്ല. യഥാർത്ഥത്തിൽ അറബി ഭാഷാ നിയമപ്രകാരം തഫ്സീറുകളിൽ മുഫസ്സിറുകൾ പറഞ്ഞത് പ്രകാരം മാത്രമെന്ന അർത്ഥം ആ ആയത്തിലുണ്ട്. വളരെ സൂക്ഷ്മമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പദപ്രയോഗമാണത്. റബ്ബിന്റെ ആയത്തുകൾ എന്നത് സഹോദരങ്ങളെ മനുഷ്യർ സൃഷ്ടികൾ പറയുന്നത് പോലെയല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും അത് യുക്തിപൂർണമാണ്, അതേറ്റവും സത്യമാണ്, ഹക്കാണ്. അതുകൊണ്ട് നോക്കൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്നാണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്. അഥവാ ശൈഖ് ഇവിടെ പറഞ്ഞതുപോലെ ലാ നഅ്ബുദു ഗൈറക്, അല്ലാഹുവേ നിന്നെ അല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആരാധനയായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ, ഇത് ദുആ, ഇസ്തിഗാസ, അതുപോലെ ഇസ്തിആന, എന്തൊക്കെയുണ്ടോ ആരാധനാ കർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട ഖുർആനിലും സുന്നത്തിലും ആരാധനകൾ എന്നു പറഞ്ഞ് അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ഒന്നുപോലും പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അതൊക്കെ അള്ളാഹുവേ നിനക്കാണ് എന്നാണ് നമ്മൾ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ച ഒരാൾക്ക് പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. പിന്നെ തങ്ങളെ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. കാരണം ഈ അർത്ഥവും ഈ ആശയവും ഉൾക്കൊള്ളുന്ന ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് സഹാബത്തിന് പാരായണം ചെയ്തു കൊടുത്തത്. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട ആളുകളാണ് ഷിർക്കിനെതിരിൽ ശക്തമായി പോരാടിയത്. അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ നടപ്പിലാക്കിയത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കും? അവർ പറയുന്നു അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. നോക്കൂ, ബദറിൽ അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ആ ഘട്ടത്തിൽ ബദരീങ്ങളായ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ അള്ളാഹുവിനോടാണ് സഹായാർത്ഥന നടത്തിയത്. സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാം, ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ. അപ്പോൾ അത്യാസന്ന ഘട്ടത്തിൽ എത്ര കടുത്ത പ്രയാസമുണ്ടായാലും അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യണം എന്ന് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ പിന്നെ നമ്മൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് കാല് തെറ്റി വീഴുമ്പോൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ബദരീങ്ങൾ വിളിച്ചത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്,
അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്, അവർ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. അപ്പോൾ അള്ളാഹു എന്തു ചെയ്തു? ഫസ്തജാബ ലക്കും, അള്ളാഹു അവർക്ക് ഉത്തരം നൽകി. അള്ളാഹുവിനോട് നേർക്ക് നേരെ അവർ ഇസ്തിഗാസ ചെയ്തപ്പോൾ ഫസ്തജാബ ലക്കും, അള്ളാഹു അവർക്ക് ഉത്തരം നൽകിയെന്ന് അള്ളാഹു പറയുകയാണ്. ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ഓർക്കുക. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുകയുണ്ടായി. എങ്ങനെയാണ് ഉത്തരം നൽകിയത്? തുടരെ തുടരെയായി ആയിരക്കണക്കിന് മലക്കുകളെ നിങ്ങൾക്ക് അള്ളാഹു ബദറിന്റെ രണാങ്കണത്തിൽ ഇറക്കി തരികയുണ്ടായി. അള്ളാഹു അതാ മലക്കുകളെ അയച്ച് മുസ്ലിമീങ്ങളെ സഹായിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ മേൽ മാത്രമേ ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ. തവക്കുൽ അത് അള്ളാഹുവിന്റെ മേൽ മാത്രമാണ്. അള്ളാഹുവേ, നിന്റെ മേൽ തവക്കൽതു അലല്ലാഹ് എന്നാണ് ഒരു മുസ്ലിം പറയേണ്ടത്. അവൻ മറ്റൊരാളുടെ മേലും ഭരമേൽപ്പിക്കാൻ പാടുള്ളതല്ല. ഏത് ആവശ്യങ്ങൾക്കും ഏത് കാര്യത്തിനും എൻ്റെ റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കേണ്ടവനാണ് ഞാൻ. അത് സഹോദരങ്ങളെ ആശ്വാസമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. കാരണം തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ആയത്തുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സർവ്വലോകങ്ങളുടെയും റബ്ബാണ് അവൻ. അവൻ പരമകാരുണികനാണ്, കാരുണ്യം ചെയ്തു തരുന്നവനാണ്. അവൻ ഉടമസ്ഥനാണ്, അവൻ അധികാരിയാണ്, സർവാധികാരിയാണ്. ആ റബ്ബിനോട് ചോദിക്കാൻ എന്ത് തടസ്സമാണ്? ആ റബ്ബിൽ ഭരമേൽപ്പിക്കാൻ എന്തു തടസ്സമാണ്? ആ റബ്ബിനോട് മാത്രം അവനോട് ചോദിക്കേണ്ടതായ സഹായതേട്ടം ചോദിക്കുക എന്നത് എന്തു തടസ്സമാണ് നമുക്കുണ്ടാവേണ്ടത്? അതാണ് ഏറ്റവും പരിപൂർണമായ കാര്യം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ വഹാദാ ഹുവ കമാലു ത്വാഅ, അതാണ് ഇബാദത്തിന്റെ പരിപൂർണത. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന കാര്യത്തിന്റെ പരിപൂർണതയാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം എന്ന അർത്ഥം ഇതിലൂടെ ലഭിക്കും. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. പിന്നെ ഒരാളെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല, ആരാധന വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ല. വഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അഥവാ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു തആല നമ്മോട് പരസ്പരം പുണ്യത്തിലും തഖ്വയിലും സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം അന്യോന്യം സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും ചെയ്യരുത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആവശ്യം വന്നാൽ കടം ചോദിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ഉപകാരം ചോദിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അള്ളാഹു നമ്മോട് അനുവദിച്ച സഹായതേട്ടമാണ്. അതെപ്പോഴാണ് നമ്മൾ ചോദിക്കുക ഒരാളോട്? അയാൾ ജീവനുള്ള ആളായിരിക്കും, നമുക്ക് സഹായം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ആ ചോദ്യം കേൾക്കാനുള്ള പരിധിയിലായിരിക്കും അയാൾ. ഹയ്യും ഹാദിറും ഖാദിറും എന്ന് അറബിയിൽ പറയും. ഹൈ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടാവണം. ഹാദിർ എന്ന് പറഞ്ഞാൽ നമ്മോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധം അയാൾക്കുണ്ടാവണം. ഒന്നല്ലെങ്കിൽ നേർക്ക് നേരെ ആയിരിക്കും, അതല്ലെങ്കിൽ എഴുത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആധുനിക കാലത്ത് ടെലിഫോണിലൂടെ ആയിരിക്കും, മൊബൈലിലൂടെ ആയിരിക്കും. എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതുപോലെ ചെയ്തു തരാൻ കഴിവ് ഉണ്ടാവണം. ഈ 3 നിബന്ധനകൾ ഒത്ത ഒരാളോടാണ് നമ്മൾ സഹായം ചോദിക്കുക, അല്ലെ? അതാണ് അള്ളാഹു അനുവദിച്ച സഹായതേട്ടം. ഇത് 3 ഇല്ലാത്ത ഒരാളോട് നമ്മൾ സഹായം ചോദിക്കോ? ഇപ്പൊ മരണപ്പെട്ട ഒരാളോട് പോയിട്ട്, ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാനുള്ളത് അതാണ്, എല്ലാ സഹായതേട്ടവും അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകൽ ശിർക്കാണോ? ഡോക്ടറെ അടുത്ത് പോകലും ഡോക്ടർക്ക്
നമ്മുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലും ബുദ്ധിയുള്ള ഒരാളും പറയുകയില്ല ഷിർക്കാണ്. എന്തുകൊണ്ട്? ഡോക്ടറായി അദ്ദേഹം ആ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതുകൊണ്ടാ, പഠിച്ച് ഡോക്ടറായതുകൊണ്ടാണ്. മാത്രമല്ല അദ്ദേഹം നമ്മോട് സംസാരിക്കും, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾ കേൾക്കും, മരുന്ന് കുറിച്ചു തരാൻ കഴിവും അയാൾക്കുണ്ട്. ഇനി നോക്കൂ, ആ ഡോക്ടർ മരിച്ചു എന്ന് വിചാരിക്കുക. പനി വന്നാൽ ഡോക്ടറെ കബറ് നോക്കിയിട്ട് നമ്മൾ പോവോ? കബറിന്റെ അടുത്ത് ഡോക്ടറെ ഇന്നലെ മുതൽ ഭയങ്കര പനിയാണ്, തലവേദനയാണ് എന്നാരെങ്കിലും പറയോ? ഒരിക്കലുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഡോക്ടറെ അടുത്ത് പോയി രോഗം പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അത് അറിയുന്നത് കൊണ്ടാണ്, മരുന്ന് കുറിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. ഒരു മുറിവൈദ്യനാണെങ്കിലോ നമ്മൾ പോകുമോ? ഒരു പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ്, വൈദ്യനായിട്ടില്ല, ഡോക്ടർ ആയിട്ടില്ല, നമ്മൾ രോഗം കൊണ്ട് പോകുമോ? ഇല്ല. കാരണം എന്താ? അയാൾ ഖാദിറല്ല, അയാൾക്ക് കഴിവില്ല മരുന്ന് തരാൻ. ചിലപ്പോൾ പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കഴിവുള്ള ആളുകളുടെ അടുത്തേക്ക് പോകും. അപ്പൊ ഭാര്യയോട് വെള്ളം ചോദിക്കൽ ശിർക്കാകുമോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഭാര്യ വീട്ടിലുണ്ടെങ്കിലല്ലേ വെള്ളം ചോദിക്കുള്ളൂ. ഭാര്യന്റെ വീട്ടിൽ പോയി, ഇപ്പൊ നമ്മൾ നേരെ വന്ന് കുപ്പായൊക്കെ കഴിച്ചിട്ട് എടി ഒരു ഗ്ലാസ് വെള്ളം എടുക്ക് എന്ന് നമ്മൾ പറയുമോ? ഇല്ല. എന്തുകൊണ്ട്? ഭാര്യ കേൾക്കുന്നില്ല, വെള്ളം തരാൻ കഴിവില്ല, ആ ഭാഗത്ത് തന്നെ ഭാര്യയില്ല. അത് സഹോദരങ്ങളെ, ചില ആളുകൾ തങ്ങളുടെ ഷിർക്കിന് വേണ്ടി ചില ന്യായങ്ങൾ പടച്ചുണ്ടാക്കുക എന്നതു മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനാണ് നമുക്ക് വലുത്. ദുനിയാവിൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും എന്തെങ്കിലും കുരുട്ടു ന്യായങ്ങൾ പറഞ്ഞ് ആളുകളെ കുപ്പിയിലാക്കാനും ഒക്കെ പറ്റും. പക്ഷെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഇതൊന്നും വില പോവുകയില്ല എന്ന് ഈ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്ന ആളുകളും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ സഹായാർത്ഥന നടത്തൂ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ചോദിക്കേണ്ടതായ സഹായാർത്ഥനകളുണ്ട്. ഏതൊക്കെയാണത്? അള്ളാഹുവേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, എന്നെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ, എനിക്ക് കുട്ടിയെ തരണേ. ഒക്കെ സഹായതേട്ടങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പടപ്പോഴോട് ചോദിക്കോ? ഇല്ല, ചോദിക്കാൻ പാടില്ല. കാരണം അവർക്കതൊന്നും നിറവേറ്റി തരാനുള്ള കഴിവില്ല. എന്നാൽ ഇതൊക്കെ പടപ്പുകളോട് ചോദിക്കുന്ന അവസരങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാം. ഹിദായത്തിനെ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ല എന്ന മഹാനോട് ചോദിക്കുന്നുണ്ട് പാട്ടുകളിലൂടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തോട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയുന്നുണ്ട് മൗലിദുകളിലൂടെ. പരലോകത്ത് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് നൽകണേ എന്ന് അവിടുത്തോട് നേരിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന റസൂൽ, പ്രയാസങ്ങൾ നീക്കിത്തരുന്ന റസൂൽ എന്നിങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിക്കുകയും പാടി പറയുകയും ചെയ്യുന്നുണ്ട്. കുട്ടിയെ നൽകാൻ, സാധാരണ കുട്ടിയെ കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ച് മാതൃക കാണിച്ചവരാണ് നമ്മുടെ നേതാക്കന്മാർ, നബിമാർ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ നമ്മുടെ നാടുകളിൽ കുട്ടിയെ കിട്ടാതിരുന്നാൽ ചില ഖബറുകളുടെ, മക്ബറകളുടെ അരികിലേക്ക്, ജാറങ്ങളിലേക്ക് പോയി അവിടെ വല്ല നേർച്ചയും വഴിപാടും കഴിക്കുക എന്നതാണ് പതിവ്. അങ്ങനെ സന്താന സൗഭാഗ്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് സഹോദരങ്ങളെ ഈ ദീനിനെതിരാണ്, നബിമാരുടെ പാരമ്പര്യത്തിനെതിരാണ്. ഇതൊക്കെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾ. ഇതൊന്നും പടപ്പുകളോട് ചോദിച്ചുകൂടാ. അതൊക്കെ അള്ളാഹുവെ നിന്നോട് മാത്രം. എത്ര മഹത്തരമായ വിശ്വാസമാണ്, എത്ര സമാധാനം നൽകുന്ന വിശ്വാസമാണ്. നിങ്ങൾ നോക്കൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. എന്തൊരു പ്രഖ്യാപനമാണിതെന്ന് നോക്കൂ നിങ്ങൾ. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വദ്ദീനു യർജിഉ കുല്ലുഹു ഇലാ ഹാദൈനിൽ മഅനൈൻ. ദീന് മുഴുവനും ഈ രണ്ട് കാര്യങ്ങളിലേക്ക് മടക്കപ്പെടുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ദീനിന്റെ ആശയം, ആദർശം മുഴുവൻ എടുത്തു നോക്കിയാൽ ഈ ആയത്ത് ഈ ദീനിന്റെ അടിത്തറയായി കണക്കുകൂട്ടാം എന്നാണ് മഹാന്മാർ അറിയിച്ചിട്ടുള്ളത്.
അപ്പൊ അതിലൊരാൾക്ക് വീഴ്ച പറ്റിയാൽ സഹോദരങ്ങളെ, പിന്നീട് അയാളുടെ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? ദീൻ തകർന്നു പോകും, ദീൻ പൊളിഞ്ഞു പോകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഹാദ കമാ ഖാല ബഅദു സലഫ്, ഇതാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, അൽ ഫാത്തിഹതു സിർറുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ എന്നത് ഖുർആനിന്റെ രഹസ്യമാണ്. ഖുർആൻ മുഴുവനും അല്ലാഹു ഈ സൂറത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. വസിർറുഹാ ഹാദിഹിൽ കലിമ, ഈ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം. സൂറത്തുൽ ഫാത്തിഹയിലെ മഹത്തായ ആയത്താണിത്. നോക്കൂ, അത്രയും മഹത്തരമായ സ്ഥാനമുള്ള, പ്രാധാന്യമുള്ള ഒരു ആയത്താണിത്. ഇതാണ് നമ്മുടെ ദീൻ, ഇതാണ് നമ്മുടെ ദീനിന്റെ അടിത്തറ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതാണ് ലക്ഷ്യം. വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നത് വസീലയാണ്. അല്ലാഹുവേ നീ സഹായിച്ചാൽ, നിന്റെ സഹായം കിട്ടിയാൽ മാത്രമേ നിന്നെ മാത്രം ആരാധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ധാരാളം വിശദീകരണങ്ങൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ ചില ഫായിദകളുണ്ട്. ഇവിടെ ഞാൻ ഒറ്റക്കാണ് ഇയ്യാക നഅ്ബുദു എന്ന് പാരായണം ചെയ്യുന്നത്. നഅ്ബുദു എന്ന് പറഞ്ഞാൽ ജംഇന്റെ സീഗയാണ്, അഥവാ ബഹുവചനമാണല്ലോ. ഞാൻ എന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? അഅ്ബുദു എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നഅ്ബുദു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറഞ്ഞു, നഅ്ബുദു വ നസ്തഈനു എന്ന് ഞങ്ങൾ എന്ന് പറയാനുള്ള കാരണം അത് അല്ലാഹുവിനോടുള്ള തഅദീമിന്റെ, അവനോടുള്ള മഹത്വം, അതുപോലെ നമ്മുടെ ദുർബലത, ഇതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ അറിയിക്കുന്ന വാക്കാണത്. എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു, അഥവാ എൻ്റെ റബ്ബേ നീയാണ് എൻ്റെ ആരാധ്യൻ, നീ മാത്രമാണ് എൻ്റെ ആരാധ്യൻ, നീയല്ലാത്ത ഒരു ആരാധ്യനും എനിക്കില്ല. എന്നിട്ട് ഞങ്ങൾ പറയുന്നത്, അഥവാ നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്താണ്? അള്ളാഹുവേ ഞാൻ മാത്രമല്ല നിന്നെ മാത്രം ആരാധിക്കുന്നവൻ, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇതാ സത്യവിശ്വാസികളെല്ലാം അള്ളാഹുവേ നിന്നെ ആരാധിക്കുന്നവരാണ്, നിന്നെ മാത്രം ആരാധിക്കുന്നവരാണ്. അതാണ് നഅ്ബുദു എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ ഒറ്റക്കല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വനസ്തഈൻ, അള്ളാഹുവെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അള്ളാഹുവെ ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് ആളുകളുണ്ട്. സത്യവിശ്വാസികൾ മുഴുവനും അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നവരാണ്. നീയല്ലാത്ത ഒരാളും ഞങ്ങൾക്കില്ല റബ്ബേ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണിത്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, നഅ്ബുദു വ നസ്തഈനു എന്ന് ബഹുവചനമായി പറയാനുള്ള കാരണം നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നു. കാരണം എന്താ? ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിന്നുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുകയാണ് എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഏതാ ഞങ്ങൾ? നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞങ്ങൾ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഏതാണ് ഞങ്ങൾ? ഈ നിന്റെ മുന്നിൽ നിസ്കാരത്തിനായി വന്ന് നിൽക്കുന്ന ഈ ഞങ്ങൾ. ഇപ്പൊ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണം, അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന വാക്കാണ് ഇത്. പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ ജീവിച്ചിട്ടും പള്ളിയിലെത്താതെ ഒറ്റക്ക് കൈയ്യട്ടി അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതല്ല അനുയോജ്യം. മറിച്ച് ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ മസ്ജിദിൽ നിന്നും ബാങ്ക് വിളി കേൾക്കുമ്പോൾ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഇത് പ്രഖ്യാപിക്കുക എന്നത് അറിയിക്കുകയാണ്. അതിനാണ് പ്രാധാന്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 27 അല്ലെങ്കിൽ 25 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നിർവഹിക്കുന്ന നിസ്കാരത്തിനുണ്ട് എന്ന അവിടുത്തെ ഹദീസ് കാണാം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ബഹുവചനമായി
വന്ന ഈ പദപ്രയോഗം ദീൻ എന്നാൽ, പരിശുദ്ധ ഇസ്ലാം എന്നാൽ മുസ്ലിമീങ്ങളുടെ ഐക്യം, ഒരുമ അറിയിക്കുന്നു. നോക്കൂ, അള്ളാഹുവിനോട് ഞങ്ങൾ എന്ന് പറഞ്ഞ് ലോകത്തുള്ള സർവ വിശ്വാസികളെയും അതിൽ ഉൾക്കൊള്ളിക്കുന്നു. ലോകത്തുള്ള സർവ്വ വിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദപ്രയോഗമാണത്. അല്ലേ? നമ്മൾ 4 ആൾ മാത്രമാണോ? നമ്മൾ കുറച്ചാൾ മാത്രമാണോ? അല്ല. ലോകത്തിന്റെ ഏത് കോണിലും ജീവിക്കുന്ന അള്ളാഹുവിൽ വിശ്വാസമുള്ള മുസ്ലിമായ മുഅ്മിനായ എല്ലാവരും ഈ പദപ്രയോഗത്തിൽ ഉൾപ്പെടും. ദീൻ എന്നാൽ ഇതുപോലെ ഐക്യവും ഒരുമയും, അതിന് രാജ്യാതിർത്തികളില്ല. നിറത്തിന്റെ, ഭാഷയുടെ, സമ്പത്തിന്റെ, അതുപോലെ തറവാടിത്തത്തിന്റെ, അങ്ങനെയുള്ള ഒരു അതിർവരമ്പുകളും ഇല്ലാതെ വിശ്വാസികൾ, എല്ലാ വിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ് ഇത്. അത് ഒരുപാട് ഇബാദത്തുകളിൽ ഇത് നമുക്ക് കാണാം. ഇപ്പോൾ റമളാനിലെ നോമ്പ്, വിശ്വാസികൾ മുഴുവനും ആ മാസം ഒരുപോലെ നോമ്പെടുക്കും, ഒരേപോലെ, ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അതുപോലെ ഹജ്ജാവട്ടെ, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും ഇതൊക്കെ ദീനിന്റെ ഐക്യവും ഒരുമയും അറിയിക്കുന്നു എന്നുള്ളതാണ്. വേറെയും ഒരുപാട് പ്രത്യേകതകൾ, വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വളരെ മഹത്തായ, ആശയസമ്പുഷ്ടമായ ഒരു ആയത്താണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്ക് ഉൾക്കൊണ്ടില്ല എങ്കിൽ നമ്മുടെ ദീൻ ഫസാദിലായി പോകും. ഇയ്യാക നഅ്ബുദു, അല്ലാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇയ്യാക നഅ്ബുദു എന്ന വാക്കിന് അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹുവേ, നീയല്ലാത്ത ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അഥവാ അല്ലാഹുവേ, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല. അഥവാ നീ ഞങ്ങളെ സഹായിക്കണം, നിന്റെ സഹായം നമുക്ക് ലഭിക്കണം, എങ്കിൽ മാത്രമേ നിന്നെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് എത്ര മഹത്തരമാണ് സഹോദരങ്ങളെ ഒരൊറ്റ ആയത്ത്. ഈ ആയത്ത് വിശദീകരിച്ചാൽ തീരുകയില്ല. ഒരുപാടുണ്ട്, ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, വിശദീകരണങ്ങൾ, ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആയത്താണിത്. അതുകൊണ്ട് ഇത് നമ്മുടെ ദീനിന്റെ അടിത്തറയായി നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ ആശയം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതിലൊരിക്കലും നമ്മൾ തെറ്റിപ്പോകരുത്, അതിലൊരിക്കലും നമ്മൾ അലംഭാവം കാണിക്കരുത്. നമ്മുടെ ദീൻ ഫസാദായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഖാലു, സ്വർഗാവകാശികൾ പറയും, അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ, ഏതൊരുവനാണോ നമുക്ക് ഈ ദീനിലേക്ക് ഹിദായത്ത് നൽകിയത് അവനാകുന്നു സർവസ്തുതിയും. വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഹിദായത്ത് നൽകിയില്ല എങ്കിൽ, ഹിദായത്തിലാവാൻ, സന്മാർഗത്തിലാവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ വിചാരിച്ചാൽ എത്തുന്നതല്ല സന്മാർഗം, നമ്മൾ വിചാരിച്ചാൽ എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല ശരിയായ മാർഗം. ഇബാദത്ത്, ആരാധന, റബ്ബിന്റെ അടിമകളായി തീരുക എന്നത് നമ്മൾ സ്വയം വിചാരിച്ചാൽ എത്തുകയില്ല. പിന്നെയോ അള്ളാഹു നമ്മെ സഹായിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹു പറഞ്ഞത്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫി ഖുലൂബിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാകുന്നു ഈമാനിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി തന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാൻ അലങ്കാരമാക്കി തീർക്കുകയും ചെയ്തത്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണത്.
വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അതോടൊപ്പം അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന കാര്യം, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക എന്ന കാര്യം, അധർമ്മം, ഇതിനോടൊക്കെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തരികയും ചെയ്തു. ഉലൈക ഹുമുർ റാഷിദൂൻ. ഈ സൗഭാഗ്യം കിട്ടിയവരാണ് സന്മാർഗികൾ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫദ്ലൻ മിനല്ലാഹി വനിഅമ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ അനുഗ്രഹവുമാണ്. നമ്മൾ സ്വന്തം വിചാരിച്ചുകൊണ്ട് കിട്ടുന്നതല്ല. അത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. വലിയ തിരിച്ചറിവാണത്. സഹാബത്ത് പറഞ്ഞില്ലേ, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. അള്ളാഹു ഇല്ല എങ്കിൽ, അള്ളാഹുവിന്റെ സഹായമില്ല എങ്കിൽ നമ്മൾ ഹിദായത്തിൽ എത്തിച്ചേരുകയില്ലായിരുന്നു. നമ്മൾ സ്വതക്ക കൊടുക്കുകയില്ലായിരുന്നു. നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്, അള്ളാഹു സഹായിച്ചത് കൊണ്ട് മാത്രമാണ്. ഇതൊക്കെ അടങ്ങുന്നതാണ് സഹോദരങ്ങളെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. നിസ്കാരത്തിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ ഉറക്കുക, അപ്പോഴാണ് നമ്മുടെ നിസ്കാരം ശരിയാവുക. ഞാൻ ഏതൊരു റബ്ബിന്റെ മുന്നിലാണ് നിന്നിട്ടുള്ളത്, ആരാണവൻ, എന്താണ് ആ അള്ളാഹു, എന്താണ് അള്ളാഹുവിന്റെ മഹത്വം ഒക്കെ തൊട്ടു മുന്നേ നമ്മളിങ്ങനെ ഓതി 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 വന്ന് പിന്നീട് അള്ളാഹുവിനെ നിന്നെ എന്ന് അഭിസംബോധന ചെയ്ത് നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ഇതൊരാള് ഒരു ചിന്തയുമില്ലാതെ പാരായണം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഓർമ്മയുണ്ടാവണം. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത കടന്നു വരണം. അപ്പോഴാണ് നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായി തീരുക. ഇത് പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞു, 3 ആയത്തുകളിൽ അള്ളാഹുവിനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തു. 4-ാമത്തെ ആയത്തിൽ നമ്മൾ ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അള്ളാഹു നമ്മെ സഹായിക്കണം. നമ്മുടെ ദുർബലതയും നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നതൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചു. ശേഷം നമ്മൾ ചോദിക്കുകയാണ്, ഇനി അങ്ങോട്ട് ഉള്ളത് നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ തേട്ടമാണ്. ഇതൊക്കെ നമ്മൾ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയാണ് ശരിയായ വിഷയത്തിലേക്ക് വരുന്നത്. സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണിത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ. ഷെയ്ഖ് പറയുന്നു, മഅന ഇഹ്ദിന. ഇഹ്ദിന എന്ന വാക്കിന്റെ അർത്ഥം ദുല്ലന വ അർഷിദ്ന വ സബ്ബിത്ന. അല്ലാഹുവേ, ഇഹ്ദിന, നീ മാർഗദർശനം നൽകണേ, അല്ലെങ്കിൽ ഞങ്ങളെ വഴിചേർക്കണേ എന്നൊക്കെ നമ്മൾ പറയുന്ന, മലയാളത്തിൽ അർത്ഥം പറയുന്ന ആ ഒരൊറ്റ വാക്കിന്റെ പര്യായ പദങ്ങൾ, അതിലടങ്ങിയിട്ടുള്ള അർത്ഥമാണ് ഈ പറയുന്നത്. ദുല്ലന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ. വ അർഷിദ്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിലേക്ക് മാർഗദർശനം നൽകണേ. വ സബ്ബിത്ന, അല്ലാഹുവേ നീ ഞങ്ങളെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇതാണ്. വസ്സിറാത്തു, സിറാത്ത് എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിൽ സിറാത്തിലേക്ക് എന്ന് പറഞ്ഞില്ലേ, വസ്സിറാത്തു, സിറാത്ത് എന്ന് പറഞ്ഞാൽ മാർഗം. സിറാത്ത് എന്ന് പറഞ്ഞാൽ മാർഗം. ആ സിറാത്തിന്റെ അർത്ഥം എന്താണ്? അൽ ഇസ്ലാം, ഇസ്ലാം ആകുന്നു. അഥവാ അല്ലാഹുവേ, ഇസ്ലാമിലേക്ക് നീ എന്നെ വഴിചേർക്കണേ എന്നാണ്. വഖീല, പറയപ്പെട്ടിരിക്കുന്നു, അർ റസൂൽ, റസൂലാണ് എന്ന അഭിപ്രായമുണ്ട്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൽ അല്ലാഹുവേ നീ എന്നെ വഴിചേർക്കണേ എന്നാണ് അർത്ഥം. വഖീല, പറയപ്പെട്ടിരിക്കുന്നു, അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മാർഗത്തിൽ
എന്താണോ പരിശുദ്ധ ഖുർആൻ ആ വഴിയിൽ നീ എന്നെ ചേർക്കണേ. വൽ കുല്ലു ഹഖ്ഖുൻ, ഈ വിശദീകരണങ്ങളൊക്കെ സത്യമാണ്, അനുയോജ്യമാണ്. വൽ മുസ്തഖീം, അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ എന്ന് നമ്മൾ അർത്ഥം പറയും. എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ഇവജ ഫീഹി, ഒരു വക്രതയും ഒരു വളവും ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഖത്തുൽ മുസ്തഖീം കേട്ടിട്ടില്ലേ? നേരായ വര, നേരായ വര, അതാണ് ഇവിടെ. നേരായ ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ എന്നാണ് ആ പറയുന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പാരായണം ചെയ്താൽ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹാദാ ലിഅബ്ദി, ഇതെന്റെ അടിമക്കുള്ളതാണ്. വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമ ചോദിച്ചത് അവനുണ്ടാകും. ഈ പ്രാർത്ഥന ഇത് വളരെ മഹത്തരമായ പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ആയത്ത്, അതിനു മുന്നേ പറഞ്ഞ ആയത്തുകൾ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തേട്ടം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമിൽ വഴി ചേർക്കപ്പെട്ട, ഹിദായത്ത് ലഭിച്ച, തൗഫീഖ് കിട്ടിയ ആളുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അഹ്ലുൽ ഇബാദ, ഇബാദത്തിന്റെ ആളുകൾ, അഥവാ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, ഇബാദത്തിന്റെ ആളുകളാണ് അവർ. വൽ ഇസ്തിആന, അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്നവരാണ്. വൽ ഹിദായതു ഇലൽ ഹഖ്, ഹക്കിലേക്ക് എന്നിട്ട് മാർഗദർശനം ചോദിക്കുകയും ചെയ്ത ആളുകൾ. ഇത് വിജയത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി തീരുക, അള്ളാഹുവിനോട് മാത്രം അവനോട് ചോദിക്കേണ്ട സഹായാർത്ഥന നടത്തുന്ന തൗഹീദിന്റെ ആളുകളായി തീരുക, അതോടൊപ്പം ശരിയായ പാതയുടെ ആളുകളായി തീരുക എന്നത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അതാണ് സആദത്ത്, അതാണ് സൗഭാഗ്യം. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ സൂറത്തിന്റെ യഥാർത്ഥ ആശയം. ഇതാണ് അകക്കാമ്പ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ ആയത്ത് ഒരുപാട് വിശദീകരണം പണ്ഡിതന്മാർ പറയപ്പെട്ട ആയത്താണിത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പോലെ ധാരാളം അനേകം വിശദീകരണങ്ങൾ ഈ ഒരൊറ്റ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ വഴിചേർക്കണേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അഥവാ ഇസ്ലാമാകുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാകുന്ന, പരിശുദ്ധ ഖുർആനിന്റെ സന്മാർഗമാകുന്ന ഈ പാത, സത്യപാത, അതിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ. പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീം അതാണ് ഇപ്പൊ പറഞ്ഞത്, ഇസ്ലാം, റസൂൽ, അൽ ഖുർആൻ. ഇതാണ് ദുനിയാവിലെ നേരായ വളവില്ലാത്ത, വക്രതയില്ലാത്ത പാത. ഈ പാതയിൽ ഒരാൾ പ്രവേശിച്ചാൽ പരലോകത്തൊരു സിറാത്ത് വരാനുണ്ട്, പരലോകത്ത് ഒരു സിറാത്ത് വരാനുണ്ട്. ആ സിറാത്തിൽ വളയാതെ പുളയാതെ വക്രതയില്ലാതെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അയാൾക്ക് സാധിക്കും. ദുനിയാവിലെ സിറാത്തിൽ വളയാതെ പോയാൽ, അതിവേഗത്തിൽ കുതിച്ചാൽ പരലോകത്തെ സിറാത്തിലും അതുപോലെ കുതിച്ചു ചെല്ലാൻ സാധിക്കും. ദുനിയാവിൽ എത്ര കണ്ട് നമ്മൾ വേഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ മുൻകടക്കുന്നുവോ, പരലോകത്തെ സിറാത്തിൽ അതുപോലെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. കാരണം സിറാത്ത് എന്ന ആ പാലം, അത് മുറിച്ചു കിടക്കുന്ന ആളുകളുടെ അവസ്ഥ വ്യത്യസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചില ആളുകൾ മിന്നൽ വേഗതയിൽ കടന്നു പോകും, ചില ആളുകൾ കാറ്റിന്റെ വേഗതയിലായിരിക്കും, ചില ആളുകൾ അതിവേഗത്തിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന വേഗതയിലായിരിക്കും, ചില ആളുകൾ ഓടുന്ന വേഗതയിലായിരിക്കും,
ചില ആളുകൾ നടക്കുന്ന വേഗതയിലായിരിക്കും, ചില ആളുകൾ ഇഴഞ്ഞുകൊണ്ടായിരിക്കും പോവുക. പരലോകത്തെ സിറാത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് തലമുടിയേക്കാൾ നേർത്തതാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, വഴുവഴുപ്പുള്ളതാണ്, കൂരാകൂരിരുട്ടുള്ളതാണ്. നമ്മൾ ചിന്തിച്ചാൽ ഒരു എത്തുംപിടിയും കിട്ടാത്ത രൂപത്തിലുള്ള വർണ്ണനകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. അത് ഹക്കാണ്. ഈ സിറാത്തിന്റെ ഇരുവശങ്ങളിലും പിടിച്ചു വലിക്കുന്ന മുള്ളുകൾ നിറഞ്ഞ കൊളുത്തുകൾ ഉണ്ടാകും. അതിലൂടെ എത്ര വേഗത്തിൽ പോവാൻ സാധിക്കുന്നുവോ അവർക്കാണ് രക്ഷ. ആ സിറാത്തിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇരുവശത്തുള്ള കൊളുത്തുകളുടെ പ്രഹരങ്ങളേറ്റ് കഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് എത്തുന്ന ആളുകൾ ഉണ്ടാകും. ആ സിറാത്ത് മുറിച്ചു കടക്കാൻ സാധിക്കാതെ അതിൻ്റെ താഴെ ഉള്ള നരകത്തിലേക്ക് പതിക്കുന്ന ആളുകളും ഉണ്ടാകും. പരലോകത്തെ സിറാത്ത് നാട്ടപ്പെടുക, സ്ഥാപിക്കപ്പെടുക നരകത്തിന് കുറുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിലെ ഒരായത്ത് അവതരിപ്പിച്ചു. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഈ ആയത്ത് ഓർത്ത് അബ്ദുല്ലാഹിബ്നു റവാഹ എന്ന സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയുകയുണ്ടായി എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. ഇത് കണ്ട് ഭാര്യയും കരയുന്നു. അദ്ദേഹം ചോദിച്ചു, പെണ്ണെ നീ എന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, നിങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബിലെ ഒരായത്ത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ഏതാണ് ആയത്ത്? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിന്റെ സിറാത്തിന്റെ വക്കിൽ വരാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. അതിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവിടെ വെച്ച് ഞാൻ രക്ഷപ്പെടുമോ എന്നാലോചിച്ചിട്ടുള്ള ബേജാറിലാണ് ഞാൻ കരഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിശ്ചയിച്ച ഈ സിറാത്തുൽ മുസ്തഖീം, ഈ സിറാത്തുൽ മുസ്തഖീമിൽ എത്ര വേഗത്തിൽ ഓടാൻ നമുക്ക് സാധിക്കുന്നുവോ അതുപോലെ പരലോകത്ത് വേഗത്തിൽ ആ സിറാത്ത് മുറിച്ചു കടക്കാൻ നമുക്ക് സാധിക്കും. എത്ര കണ്ട് ഇവിടെ പിന്നോട്ടടിക്കുന്നോ അത്ര കണ്ട് അവിടെയും നമ്മുടെ വേഗത കുറയും. അവസാനം ഇഴഞ്ഞു പോകുന്ന ആളുകൾ അവർക്ക് ഇരുവശത്തുമുള്ള ഈ കൊളുത്തുകളുടെ മുള്ളുകളുടെ പ്രഹരമേറ്റ് ശരീരത്തിലെ മാംസം നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് അപ്പുറത്തേക്ക് എത്തുക. അവരുടെ പ്രകാശം ഇടക്ക് കെട്ടുപോകും. വീണ്ടും അവർക്ക് വെളിച്ചം വരും. അപ്പോൾ അവർ എഴഞ്ഞ് അങ്ങനെ നീങ്ങി അപ്പുറത്തേക്ക് എത്തുമെന്നാണ്. വേറെ ചില ആളുകൾ ആ സിറാത്തിലൂടെ കടക്കുമ്പോൾ താഴേക്ക് പതിച്ചു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ സിറാത്തുൽ മുസ്തഖീമിൽ അണിചേരാനുള്ള അതിയായ താല്പര്യവും ആഗ്രഹവും നമുക്ക് വേണം. നമ്മെ പിടിച്ചു വലിക്കാൻ ഇഹലോകത്ത് ഒരുപാട് കൊളുത്തുകളുണ്ട്. ഷിർക്കിന്റെ, കുഫറിന്റെ, ബിദ്അത്തുകളുടെ, അങ്ങനെയുള്ള അനേകം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ഇരുവശങ്ങളിലുമുണ്ട്. നിരീശ്വര നിർമ്മതവാദികൾ, അള്ളാഹു ഇല്ല, ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്നു, ഇങ്ങനെ തുടങ്ങി നിരീശ്വരവാദികൾ അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുക, അതൊക്കെ നൈമിഷികമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കാതെ തെറ്റിപ്പോയാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് അതുകൊണ്ട് യാതൊരു നഷ്ടമില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്. നമ്മൾ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പാരായണം ചെയ്ത് അതിൽ ഉറച്ചു നിന്നാൽ
പരലോകത്ത് നമ്മുടെ കാലുകൾ സിറാത്ത് എന്ന പാലത്തിൽ ഉറച്ചു നിർത്തും അള്ളാഹു. മരണവേളയിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തും. ഖബറിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ വിളിക്ക് ഉത്തരം നൽകിയാൽ, ഈ ദീൻ ഉപേക്ഷിച്ചു പോയാൽ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരാജയമായിരിക്കും. അതാണ് ഏറ്റവും വലിയ പരാജയം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവാനില്ല, മറിച്ച് നമുക്കാണ് നഷ്ടം. നമ്മെ ഈ വിളിച്ചു കൊണ്ടുപോയ, നമ്മെ ഈ വഴികേടിലാക്കിയ, നമ്മെ ഈ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിച്ച ആളുകളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാവരും ഇതുപോലെ പരലോകത്ത് വന്ന് നിൽക്കുമ്പോൾ അവനവന്റെ കാര്യമായിരിക്കും. അത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് എന്ന് പറയാനൊന്നും അവിടെ നേരമുണ്ടാവുകയില്ല. അവിടെ നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ ഇബാദത്തുകളാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്, അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരലോകത്തെ സിറാത്തിൽ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് ദുനിയാവിലെ സിറാത്ത്, ദുനിയാവിലെ നേരായ പാത, പരലോകത്തെ സിറാത്ത് നമ്മെ ഓർമ്മപ്പെടുത്തണം. ഈമാനിന്റെ 6 കാര്യങ്ങൾക്കുമുള്ള തെളിവ് ഈ ഒരൊറ്റ ആയത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈമാനിന്റെ 6 കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരായത്താണിത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതിൽപ്പെട്ടതാണ് പരലോക ചിന്ത. ഈ ആയത്ത് നമുക്ക് നൽകേണ്ടതുണ്ട്. നിസ്കരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഈ പരലോകം, സിറാത്ത്, ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇത് പാരായണം ചെയ്തിട്ടാണ് ഷിർക്കിന്റെ, കുഫറിന്റെ, വഴികേടിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് പാരായണം ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ അള്ളാഹുവിന്റെ ദീനിന് എതിരു പ്രവർത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഏതാണ് പിന്നെ ഈ ചോദിച്ച സിറാത്തുൽ മുസ്തഖീം? ഏതാണ് നിസ്കാരത്തിൽ ഈ പറയുന്ന സിറാത്തുൽ മുസ്തഖീം? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല 17 തവണ നമ്മെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്നുണ്ട്. ഇത് പ്രാർത്ഥനയാണിത്, ഇത് ദുആ ആണിത്. നമ്മൾ രക്ഷപ്പെടാനുള്ള ദുആ ആണിത്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ദുല്ലന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ, പഠിപ്പിച്ചു നൽകണേ. പഠിപ്പിച്ചു നൽകണം. അള്ളാഹുവാണ് നമുക്ക് പഠിപ്പിച്ചു നൽകേണ്ടത്. അള്ളാഹുവാണ് നമുക്ക് പഠിപ്പിച്ചു നൽകേണ്ടവൻ. അതുപോലെ തന്നെ അർഷിദിന, അള്ളാഹുവെ നീ മാർഗദർശനം നൽകണേ. അറിഞ്ഞു സ്വീകരിക്കാനുള്ള തൗഫീഖ് വേണം. പിന്നെയോ വസബ്ബിത്ന, അള്ളാഹുവെ നീ ഉറപ്പിച്ചു നിർത്തണേ. ചില ആളുകൾക്ക് അറിവുണ്ടാകും, അറിയും, കാര്യങ്ങളൊക്കെ അറിയും, പക്ഷേ അത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കിട്ടുകയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് ഹിദായത്ത് എന്താണെന്നറിയാം, കൂടെ തന്നെ ഉണ്ട്. ഹിദായത്ത് കൊണ്ടുവന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ അകത്താണ്, ഒരുമിച്ചാണ്. പക്ഷേ ഹിദായത്ത് സ്വീകരിക്കാനുള്ള ഭാഗ്യം അയാൾക്ക് കിട്ടിയിട്ടില്ല. എന്തൊരു ദുരവസ്ഥയാണത്. ചരിത്രം നമ്മളിങ്ങനെ കേൾക്കും, അബൂ താലിബ് സ്വീകരിച്ചില്ല, അബൂ താലിബ് അങ്ങനെ മരിച്ചുപോയി. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായിയായി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് അവിടെയുള്ള ഖുറൈശികളുടെ, മുശ്രിക്കുകളുടെ പീഡനങ്ങളൊക്കെ ഒരുമിച്ച് സഹിച്ചു. പക്ഷെ ഹിദായത്ത് ഉൾക്കൊണ്ടില്ല. എന്തൊരു നഷ്ടമാണെന്ന് നോക്കൂ നിങ്ങൾ. അതുപോലെയാണ് ചില ആളുകൾക്ക് അറിയും, കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ തൗഫീഖ് കിട്ടുകയില്ല. ആ തൗഫീഖ് വലിയ കാര്യമാണ്. ഇൽമ്, അറിവ് അത് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തിയാൽ അത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇത് നമ്മളെ കാത്തു നിൽക്കുകയില്ല. നമ്മളെ സമയത്തിനൊത്ത് ഇതൊക്കെ ചെയ്യാനുള്ള അവസരം പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല.
അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം, അള്ളാഹു നീ അറിയിച്ചു തരണേ, നീ പഠിപ്പിക്കണേ, ഇൽമ് നൽകണേ, അറിവ് നൽകണേ. അറിവ് വേണം, എന്നിട്ട് അത് പ്രവർത്തിക്കാനുള്ള തൗഫീഖും വേണം. പ്രവർത്തിക്കാനുള്ള തൗഫീഖ് വലിയ കാര്യമാണ്. പിന്നെയോ വസബിച്ചിന, ഉറപ്പിച്ചു നിർത്തണേ. ഉറപ്പിച്ചു നിർത്താൻ എന്തിനാണ് ചോദിക്കുന്നത്? എത്ര എത്ര പഠിച്ചവർ, അറിവുള്ളവർ പിന്നീട് തലയിരിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ അറിഞ്ഞു, പ്രവർത്തിച്ചു, പക്ഷെ അന്ത്യം മോശമായി പോയ ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ അപകടമാണ് സഹോദരങ്ങളെ അന്ത്യം മോശമായി പോവുക എന്നുള്ളത്. അവസാനം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വൻ പരാജയമാണ്. അതുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഒരു വളവുമില്ലാത്ത നേരായ ഈ പാത നീ എനിക്ക് അറിയിച്ചു നൽകണേ. അഥവാ ഇസ്ലാമിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു നൽകണേ, ഇൽമ് നൽകണേ, അറിവ് നൽകണേ. നോക്കൂ, ഇൽമിന്റെ പ്രാധാന്യം അറിയിക്കുന്നു. അറിവ് എന്നത് കേൾക്കുക, പഠിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് സഹോദരങ്ങളെ. പഠിക്കുക എന്നത് വലിയ കാര്യമാണ്. ഇൽമ് അത് പഠിച്ചാലേ കിട്ടുകയുള്ളൂ. അറിവ് അത് പഠിച്ചെടുക്കണം. പഠിച്ചെടുത്ത് പിന്നീട് അത് പ്രാവർത്തികമാക്കണം. എന്നിട്ട് അതിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഈ 3 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഒരൊറ്റ ആയത്ത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ നിങ്ങൾ. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമായ ഇസ്ലാമിലുള്ള ഒരാളാണ് നിസ്കാരത്തിൽ ഇത് ചോദിക്കുന്നത്, അല്ലേ? ഹിദായത്ത് കിട്ടിയ സന്മാർഗത്തിലെത്തിയ മുസ്ലിമാണ് നിസ്കാരത്തിൽ ഇത് ചോദിക്കുന്നത്. എന്തിനാണ് ചോദിക്കുന്നത്? 17 തവണ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്തിനാ? ഒരിക്കൽ ചോദിച്ചാൽ പോരെ? എന്തിനാണ് അള്ളാഹു നമ്മോട് ഇതിങ്ങനെ നിരന്തരം ചോദിപ്പിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് പോലെ അറിഞ്ഞു പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കിട്ടണം. ഇത് രണ്ടും കിട്ടിയാൽ പിന്നീട് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് കിട്ടണം. നമ്മൾ ആരും 100-ൽ 100 മാർക്ക് കിട്ടിയവരല്ല. മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ അള്ളാഹുവിൽ പ്രതീക്ഷയും അള്ളാഹുവിലുള്ള ഭയവും ഒരുമിപ്പിക്കുന്നവരാണ്. നമ്മൾ മുന്നേ അത് പറഞ്ഞിരുന്നു. ഏത് ഇബാദത്തിലും ഉണ്ടായിരിക്കേണ്ട കാര്യമാണത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാകും, അതുപോലെ പ്രതീക്ഷയും ഉണ്ടാകും. അറിഞ്ഞു പ്രവർത്തിച്ചു. ഇനി നമ്മുടെ ബാധ്യത എന്താണ്? ഇതിൽ ഉറച്ചു നിൽക്കലാണ്. അറിഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു, മനസ്സിലാക്കി, എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ വന്നു, പ്രവർത്തിച്ചു, ഇസ്ലാമിലാണുള്ളത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിലായിട്ട് മരിക്കണം. മുസ്ലിം ആയിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിൻ്റെ അകത്ത് ഉള്ള അവസ്ഥയിൽ ഈമാനുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അതിനാണ് നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണം. അള്ളാഹുവെ പഠിപ്പിക്കണം, നീ പഠിക്കാനുള്ള തൗഫീഖ് നൽകണം, പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണം, നീ നമ്മളെ ഉറപ്പിച്ചു നിർത്തണം. അസ്സബാത്ത്, സ്ഥിരത എന്നത് വലിയ കാര്യമാണ്. ഇസ്തിഖാമത്ത് വലിയ കാര്യമാണ്. ദീനിലായിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു മരിക്കാൻ സാധിക്കുക എന്നത് സഹോദരങ്ങളെ വലിയ അനുഗ്രഹമാണ്, വലിയ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലുള്ള മദ്രസയിൽ പഠിച്ച, ഖുർആൻ പഠിച്ച, ഹദീസ് കേട്ട, അങ്ങനെ ഇസ്ലാമിൻ്റെ അകത്ത് വളർന്നു വന്ന എത്ര ആളുകളുണ്ട് ഇന്ന് നിരീശ്വരവാദത്തിന് വേണ്ടി സംസാരിക്കുന്നു. ഇസ്ലാമിൻ്റെ പേര് വേണം, വേറൊന്നും വേണ്ട. ഇസ്ലാമിൻ്റെ പേരും വെച്ചുകൊണ്ട് ഖുർആനിൽ ആയത്ത് പറഞ്ഞുകൊണ്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, ഖുർആൻ അറിയാം, ഖുർആനിൽ ആയത്ത് ഓതിയിട്ടാണ് നിരീശ്വരവാദത്തിന് തെളിവുപിടിക്കുന്നത്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചെന്തിനാ? ഈ ദീൻ പഠിപ്പിക്കാനാണ്. ഈ ദീൻ നിഷേധിച്ചിട്ട് ആ നിഷേധത്തിന് ഖുർആനിൽ തെളിവ് തപ്പുന്ന ആളുകൾ നോക്കൂ, എത്ര ദൗർഭാഗ്യകരമാണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് അവരെ ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്. ഖുർആൻ ഓതിക്കൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്കാണ്, നിർദ്ദേശങ്ങളിലേക്കാണ് ക്ഷണിച്ചത്. എന്നാൽ ഇത് പഠിച്ച, ഇത് മനസ്സിലാക്കിയ ആളുകൾ പിന്നീട് അതേ പണിയെടുക്കുന്നു. എന്തിന്? നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിനെ നിഷേധിക്കാൻ, റബ്ബിനെ കുറിച്ച് മോശമായി പറയാൻ, ഈ ദീനിനെ പരിഹസിക്കാൻ. നോക്കൂ, സിറാത്തുൽ മുസ്തഖീം എന്നത് എത്ര അനുഗ്രഹമാണെന്ന് നോക്കൂ നിങ്ങൾ. അതാണ് അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു വളവുമില്ലാത്തതാണ്, ഒരു വക്രതയുമില്ലാത്ത നേരായ പാതയാണ്. ആ പാതയിൽ നിന്ന് തെറ്റിപ്പോവുക എന്നത് സഹോദരങ്ങളെ, പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഹക്കിന് ശേഷം, സത്യത്തിന് ശേഷം പിന്നെ വഴികേടല്ലാതെ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, എത്ര നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് എത്ര കണ്ട് ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ ദുആ ചെയ്യണം. എന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും നിർഭയരായി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മരണം വരെ നമ്മൾ അള്ളാഹുവിനോട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതിലായി മരിക്കുന്നത് വരെ ഈ കാര്യത്തിൽ നമുക്ക് ബേജാറുണ്ടാവണം. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്, പ്രവാചകനാണ്, സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ടതില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? തവഫനി മുസ്ലിമൻ, അല്ലാഹുവേ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണിത്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ആദർശം പിൻപറ്റണം എന്ന് അള്ളാഹു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ ഉമ്മത്തിനോടും കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആദർശ പിതാവാണ് അദ്ദേഹം. തൗഹീദിന്റെ പ്രഖ്യാപനം ഒറ്റക്ക് പ്രഖ്യാപിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ, നമ്മളെ രക്ഷപ്പെടുത്തണേ എന്നാണ് ദുആ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഹദീസിന്റെ കിതാബുകളിൽ കാണാം. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയം നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ പ്രാർത്ഥനകൾ ചിന്തിച്ചു നോക്കൂ. എത്ര ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. ഹിദായത്ത് എന്നത് അമൂല്യമായ നിധിയാണ്. ആ ഹിദായത്ത് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഈ ദീനിന്റെ അതിർവരമ്പുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സൗഭാഗ്യമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഈ മഹത്തായ ഈ രാജപാത, അതിന് പകരമായി മറ്റൊന്നും നിൽക്കുകയില്ല. ഇത് ഏകനായ അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവതരിപ്പിച്ച ദീനാണ്. പരിപൂർണമായ, വക്രതയില്ലാത്ത, നീതിപൂർണമായ നിയമനിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ഏറ്റവും മഹത്തരമാണ് ഈ നേരായ പാത. ഇത് സ്വീകരിച്ച ഒരാൾക്ക് പരലോകത്ത് വിശാല വിസ്തൃതമായ സ്വർഗമാണ്, ഒരിക്കലും നഷ്ടം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. വലിയ ആശയ സമ്പുഷ്ടമായ ആയത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ എല്ലാം ഓരോന്നും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ അത്ഭുതമാണ്. പ്രത്യേകിച്ച് ഇതാ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ രഹസ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഇതാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കൂ ഒരായത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരൊറ്റ ആയത്ത് നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ മാത്രമുണ്ട്. അതുകൊണ്ട് ഹിദായത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് 17 തവണ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അമൂല്യമായ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയുക. എപ്പോഴാണ് നമ്മൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുമ്പോഴാണ്
ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലേ? എപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? എപ്പോഴാണ്? ആ കാര്യത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമോ, അല്ലെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുമ്പോഴാണ്. ഹിദായത്തിന്റെ കാര്യം അങ്ങനെയാണ് സഹോദരങ്ങളെ. അതെപ്പോഴും അതിന് നമ്മൾ ഈമാനികമായ വെള്ളവും വളവും നൽകി അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം. അതുകൊണ്ടാണ് ദുല്ലന വ അർഷിദിന വ സബ്ബിത്തിന എന്നർത്ഥം പറഞ്ഞത്. അറിയണം, പഠിക്കണം, അത് പ്രാവർത്തികമാക്കണം. അല്ലാഹുവിനോട് നിലനിർത്തി തരാൻ ചോദിക്കണം, ഉറപ്പിച്ചു നിർത്താൻ ചോദിക്കണം. ഇസ്ലാമിലായിക്കൊണ്ട് ജീവിച്ച് അങ്ങനെ മരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന സൂചനയാണത്, എന്ന ഓർമ്മപ്പെടുത്തലാണത്. ഈ ആയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുആ ഉണ്ട്, പ്രാർത്ഥനയാണിത്. അതുപോലെ ഇഖ്ബാറുണ്ട്, അറിയിപ്പുണ്ട്. എന്താണ് അറിയിപ്പ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീൻ, പരിശുദ്ധ ഖുർആൻ, അത് മാത്രമാണ് നേരായ പാത. അത് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന അറിയിപ്പുണ്ട്. അതുപോലെ ഇഖ്റാറുണ്ട്, അംഗീകാരമുണ്ട്. നമ്മളിത് പറയുമ്പോൾ, ഇത് പാരായണം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും അംഗീകരിക്കാൻ എന്ത്? അല്ലാഹുവേ, നീ പറഞ്ഞ നിന്റെ ദീൻ, നിന്റെ റസൂൽ, നിന്റെ ഖുർആൻ, ഇതൊക്കെ ഞാൻ സത്യപ്പെടുത്തുന്നു, ഇതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, ഞാൻ ഇതാ ഉറപ്പിക്കുന്നു. ഇതിന് പുറമേ ഉള്ളതൊക്കെ ബാത്തിലാണ് എന്ന് ഞാനിതാ അംഗീകരിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്ന അംഗീകാരം അതിലുണ്ട്. അതുപോലെ തവസ്സുലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൊട്ടു മുന്നേ നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തി പ്രശംസിച്ച് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെന്നും അവനോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, നീ നേരായ പാതയിൽ എന്നെ നീ വഴി ചേർക്കണേ. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഇത്രയും നമ്മളിപ്പോ വിശദീകരിച്ച ആയത്തുകൾ തന്നെ ഒരുപാട് ഇനിയും അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. നമ്മൾ ഖുർആൻ, ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ കയറി വരണം. അപ്പോഴാണ് നമ്മുടെ നിസ്കാരം ഏറ്റവും നല്ല ഭക്തി നിർഭരമായ നിസ്കാരമായി തീരുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ മുസ്ലിമായ മുഅ്മിനായ അടിമകളായി ജീവിക്കുവാനും അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈമാനോടുകൂടി മരണപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.